നിലമ്പൂരിൽ ആഞ്ഞടിച്ച UDF തരംഗത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് ഉജ്ജ്വല വിജയം. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും എം സ്വരാജിന് മുന്നേറാനായില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ നേടിയ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമായി. 20,000-ഓളം വോട്ടുകൾ PV അൻവർ നേടിയതും ഇടതുപക്ഷത്തിന് ഇരട്ടപ്രഹരമായി. ആഞ്ഞടിച്ച UDF തരംഗം. ത്രിവർണ്ണ തിളക്കത്തിൽ നിലമ്പൂരിന്റെ ബാപ്പുട്ടിക്ക് ഉജ്ജ്വല വിജയം. തികച്ചും ആധികാരികം. രാഷ്ട്രീയ കേരളത്തിന്റെ നെഞ്ചിടിപ്പേറ്റിയ നിലമ്പൂർ പോരാട്ടത്തിന്റെ വോട്ടെണ്ണൽ തുടങ്ങി 7-ാം മിനിറ്റിൽ തന്നെ ആര്യാടൻ ഷൗക്കത്ത് മുന്നിലെത്തി. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ 13 വോട്ടിന്റെ ആദ്യ ലീഡ്. അത് ക്രമേണ ഉയർന്നുകൊണ്ടിരുന്നു. 8:30 കഴിഞ്ഞപ്പോഴേ വൻ ആത്മവിശ്വാസത്തിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവുമായി തെരുവിലെത്തി. കഴിഞ്ഞ തവണ LDFിന് വേണ്ടി PV അൻവർ 33 വോട്ടിന്റെ ലീഡ് നേടിയ വഴിക്കടവ് പഞ്ചായത്ത് എണ്ണി തുടങ്ങിയപ്പോൾ ആദ്യ റൗണ്ടിൽ ഷൗക്കത്തിന്റെ ലീഡ് 419. പക്ഷേ ആദ്യ 3 റൗണ്ടിൽ അൻവർ ഗണ്യമായി വോട്ട് പിടിച്ചു. LDF UDF വോട്ടുകളിൽ അൻവർ വിള്ളലുണ്ടാക്കിയപ്പോൾ പ്രതീക്ഷിച്ച മുന്നേറ്റം ഷൗക്കത്തിന് ഉണ്ടാക്കാനായില്ല. LDF പ്രതീക്ഷകൾക്ക് നേരിയ ഉണർവ്. പക്ഷേ 4-ാം റൗണ്ടിൽ മൂത്തേടം പഞ്ചായത്തിൽ UDF കൊടുങ്കാറ്റായി. ചങ്കു കൊടുത്തു കൂടെ നിന്ന ലീഗിന്റെ വോട്ടുകൾ ഒന്നാകെ കൈപ്പത്തിയിൽ വീണു. UDF 3000 വോട്ട് വരെ ലീഡ് പ്രതീക്ഷിച്ച മൂത്തയിടത്ത് 3700-ലധികം ലീഡ് ഉയർന്നു. പിന്നെ ഒരു ഘട്ടത്തിലും ഷൗക്കത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. 5-ാം റൗണ്ട് പൂർത്തിയായപ്പോൾ 4000-നടുത്തേക്ക് ലീഡെത്തി. 6-ാം റൗണ്ടിൽ മുന്നേറാമെന്ന LDF പ്രതീക്ഷയും തെറ്റി. എടക്കരയിലും പിന്നെ സ്വരാജിന്റെ സ്വദേശം പോത്തുകല്ലിലും LDFിന്റെ എയിം തെറ്റി. 9-ാം റൗണ്ടിൽ പോത്തുകല്ല് പഞ്ചായത്ത് എണ്ണിക്കൊണ്ടിരിക്കെ മാത്രമാണ് സ്വരാജിന് നേരിയ മുന്നേറ്റമുണ്ടായത്. 207 വോട്ടിന്റെ നാമമാത്ര ലീഡ്. പക്ഷേ അപ്പോഴേക്കും ഷൗക്കത്ത് 5000-ലധികം വോട്ടിന് മുന്നിലെത്തിയിരുന്നു. ഇടത് പ്രതീക്ഷകൾ തീർത്തും മങ്ങി. UDF ജയമുറപ്പിച്ചു. ശേഷം എണ്ണിത്തീർക്കൽ സാങ്കേതികം മാത്രമായിരുന്നു. ഭൂരിപക്ഷം എത്രയായി ഉയരുമെന്ന കണക്കെടുപ്പ് മാത്രം. ഇടത് ശക്തി കേന്ദ്രമായ നിലമ്പൂർ നഗരസഭയിലും UDFിന്റെ സമഗ്രാധിപത്യം. 14 റൗണ്ട് പിന്നിട്ടപ്പോൾ ഷൗക്കത്തിന്റെ ലീഡ് 5 അക്കം കടന്നു. നിലമ്പൂര് നഷ്ടപ്പെട്ടപ്പോൾ 2 തവണ നിലമ്പൂര് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വേദന ഉണ്ടായിരുന്ന കാര്യമാണ്. അദ്ദേഹം ഞങ്ങളോടൊക്കെ പറഞ്ഞത്, നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ഇനി നിലമ്പൂര് തിരിച്ചു പിടിക്കലായിരിക്കണം, അത് കാണണം എന്ന അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് കാണാൻ സാധിച്ചില്ല എന്നൊരു വേദന, ഒരു വിഷമം അതാണ് ഉള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇതറിയുമ്പോൾ ചിരിക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കാം. ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ പ്രതിഫലിച്ചു എന്നുറപ്പ്. PV അൻവർ നേടിയ 20,000-ഓളം വോട്ടുകൾ കൂടി പരിഗണിച്ചാൽ ഇടതിന് കിട്ടിയത് ഇരട്ട ആഘാതം. ഇടത് വലതു മുന്നണികളോട് മത്സരിച്ച് അൻവർ നേടിയ വോട്ടുകളും ഷൗക്കത്തിന്റെ മിന്നും വിജയത്തിനൊപ്പം ഇനി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുമെന്നുറപ്പ്. ന്യൂസ് മലയാളം, മലപ്പുറം.